സർ നമ്മളെ സംബന്ധിച്ച് രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി സമയങ്ങളിലാണ് ഈ നോർമലി സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഡേ ലൈഫ് ഇല്ല, കമ്പ്യൂട്ടറിന്റെ മുന്നിലും വർക്ക് ടൈമാണ്. നിങ്ങളൊക്കെ പണ്ട് എൻ്റെ അച്ഛനെ സംബന്ധിച്ച് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയാൽ വൈകുന്നേരം 5 മണിക്കുള്ളിൽ വീട്ടിൽ വരാം. അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ സുഹൃത്തുക്കളുമായിട്ട് പോകാം, ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും കാര്യം കഴിഞ്ഞ് വീട്ടിൽ കയറാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി ചായ കുടിക്കും, കുറച്ച് പാട്ടൊക്കെ പാടിയിരിക്കും, കുറച്ച് സംസാരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ട്രെസ് റിലീഫാണത്. ഞങ്ങൾ ഇക്കാര്യം വന്നിട്ട് പല ആളുകളും പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒരിടയ്ക്ക് പോലീസ് കേസൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഈ ക്രൗഡ് പുള്ളിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അങ്ങനെ സമയത്ത് ഞങ്ങൾ നിർത്തി. ഞങ്ങളുടെ ഈ ചായ കണക്ഷൻ ഞങ്ങളൊരു ബ്രേക്ക് കിട്ടും, ഒരു 1.5 മാസത്തേക്ക്. അപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാം വഴിയും നേരിട്ട് കാണുമ്പോഴും ഒക്കെ ഞങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾ നിർത്തിയത്? നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇനി രഹസ്യമായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ഇരുന്ന് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വരുന്നൂടെ? അങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലരും. ഞങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് ഈ മ്യൂസിക് ബാൻഡ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി? ഞങ്ങൾ കഫേയിലൊക്കെ പോയി ഇത് എന്ത് പറയുന്നത് വളരെ ഫോർമലായിട്ടല്ല, ഇൻഫോർമലായിട്ട് ഒരു കഫേ പോയി പാട്ടുപാടി ആൾക്കാരിങ്ങനെ കൂടി ഓർഗാനിക്കായിട്ട് വളർന്നു വന്ന ഒരു കമ്മ്യൂണിറ്റി. ഒരു പ്രൊഫഷണൽ രീതിയിലാണോ അതോ പ്രൊഫഷണൽ വേയിൽ ഒരു അമച്വർ വേയില് ഓർഗാനിക് ആയിട്ട് വളർന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ദ്രവ്യത്തിന്റെ ഇഫക്റ്റ് ഉണ്ടോ? ദ്രവ്യത്തിന്റെ എഫക്റ്റ് ഒന്നുമില്ല. ദ്രവ്യത്തിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഇത് ലൈക്ക് ഷോസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് ബാൻഡായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു മ്യൂസിക് കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ അതിൽ കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ. ഈ രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ബാൻഡാണല്ലോ അത് അല്ലേ? അവതരിപ്പിക്കുന്ന സമയത്ത് ക്രൗഡ് കൂടി മറ്റുള്ളവർക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ? ചില പരാതികൾ വന്നപ്പോ ഞങ്ങൾ അതുപോലെ അത് അവിടെ നിർത്തി. നമ്മൾ പിന്നെ അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നിടത്ത് നമ്മൾ ഇരിക്കേണ്ട ആവശ്യം. കാരണം ഈ രാത്രികാലങ്ങളിൽ എനിക്കൊന്ന് ഈ നൈറ്റ് ലൈഫ് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലാണ് കേരളത്തിലെ മറ്റു 2 നഗരങ്ങളെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളത്. അപ്പൊ അവിടെ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? ആളുകൾ കൂടുതൽ വരാനൊക്കെ കാരണമായോ? പിന്നെ ആളുകൾ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ IT ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു റിലാക്സേഷന് ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് പാട്ടുകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാവരും ഇരുന്ന്, അതും ഞങ്ങൾ വളരെ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ ആരെയും ചാർജ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഫ്രീ ആയിട്ട് കുറച്ച് ഒരു കൂട്ടായ്മ, ഒരു സാമൂഹിക കൂട്ടായ്മ. അതായത് ജോലി വീട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തേർഡ് സ്പേസ്, ഒരു സ്ട്രെസ് കുറയ്ക്കാൻ, ഒന്ന് ചില്ല് ചെയ്യാൻ. നമ്മൾ പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഇരുന്ന് നമ്മൾ കഥകളൊക്കെ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി സൊറ പറയാനും അങ്ങനത്തെ ഒരു സംഭവം, ഒരു കോളേജ് ക്യാൻറ്റീൻ വൈബ് സത്യം പറഞ്ഞ. അപ്പൊ സാമാന്യമായ വസ്ത്രം ധരിക്കുക, സഭ്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ള സാമാന്യമായ ഒരു ഉത്തരവാദിത്തം, ഒരു കടമ പൊതുസമൂഹത്തിൽ നമുക്കുണ്ട്. ഇത് നിങ്ങൾ പറയുമ്പോ എന്നോടാണ് ഞാൻ